ക്യാഷ് ഉണ്ടെങ്കിൽ ആ കടം കൊടുക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷേ ഇന്ന് കടം കൊടുക്കാൻ പേടിയാണ് അല്ലേ? കടം കൊടുക്കാൻ പേടിയാണ്. കടം കൊടുക്കുമ്പോൾ നല്ല ആവേശം ഉണ്ടാകും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ 1 ലക്ഷം തന്നാല് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ പ്രയാസമുള്ളത്? ഞാൻ തരാം, 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഓക്കെ, ഏതാ ഡേറ്റ്? ഇൻഷാ അല്ലാഹ് ഡിസംബർ 1 കൊടുത്തു. ഡിസംബർ 1 ഫോൺ സ്വിച്ച് ഓഫ്, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അല്ലേ? അങ്ങനെ എത്ര സംഭവങ്ങൾ. കടം കൊടുക്കും, തിരിച്ചു തരുമ്പോ പിന്നെ നമ്മളോട് ദേഷ്യാണ്. അയാൾക്ക് എന്തിപ്പോ കടത്തിന്റെ ആവശ്യം എന്താ? അയാൾക്ക് ഇപ്പൊ എന്താ തിരക്ക്? കുറച്ച് കഴിഞ്ഞാൽ എന്താ? പിന്നെ ചോദിക്കുമ്പോ ഫോൺ എടുക്കാതായി, കണ്ടാൽ മാറി നിന്നു, പിന്നെ ദേഷ്യാണ്. ഇയാൾ ചെയ്ത തെറ്റെന്താ? ഇയാളൊരു സഹായം ചോദിച്ചപ്പോ 1 ലക്ഷം കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഇയാളോട് പണക്കാണ്. ഇങ്ങനെ ഒരു കാലമാണ്. നന്മ ചെയ്താൽ വരെ അതിന്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലാണ്. ഇപ്പൊ രാത്രി 12 മണിക്കും 1 മണിക്കൊക്കെ വീട്ടിലേക്ക് പോകുമ്പോ ചില ആളുകൾ വണ്ടിക്ക് കൈകാട്ടും. പക്ഷെ നമ്മൾക്ക് വണ്ടിയിൽ കയറ്റാൻ പേടിയാണ്. ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ്. അങ്ങനെ ഒരു കാലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അമലാണ് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ളത്. എല്ലാവരും സഹായിക്കണം. പക്ഷേ ഒരു കടം ചോദിച്ചാൽ കൃത്യമായി സമയത്ത് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ കടം ചോദിക്കാൻ പാടുള്ളൂ. ആളുകളെ വെറുപ്പിക്കരുത്, സഹായിച്ചവനെ വേദനിപ്പിക്കരുത്. അതിനേക്കാളും വലിയ തെറ്റാണ്. പിന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, വല അൻ അംശി മാ ഫീ ഹാജ അഹബ്ബു ഇലയ്യ മിൻ അഅ്തഖിഫ ഫീ ഹാദൽ മസ്ജിദ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മസ്ജിദുൻ നബവി കാണിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത്, ഈ പള്ളിയിൽ കേൾക്ക് സഹോദരാ, ചെറുപ്പക്കാരാ കേൾക്കണേ, സഹോദരാ കേൾക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഈ മദീന പള്ളിയിൽ 1 മാസക്കാലം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാളും എനിക്ക് ആഗ്രഹം എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്നവന്റെ കൂടെ നടന്നിട്ട് അവന്റെ ആവശ്യങ്ങൾ വീട്ടിക്കൊടുക്കലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവന്റെ കൂടെ നടന്നിട്ട്, ഒരു പേപ്പർ ശരിയാക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ, ഒരു വീടെടുക്കാൻ, ഒരു ജോലിയുടെ ആവശ്യം, എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരാൾ നമ്മുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ അവന്റെ കൂടെ നടക്കലാണ് പരിശുദ്ധമായ ഒരു റക്അത്തിന്റെ 1000 റക്അത്തിന്റെ പ്രതിഫലമുള്ള മസ്ജിദുൻ നബവിയിൽ 1 മാസക്കാലം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. പള്ളിയിൽ വെച്ചിട്ട് ഇഅ്തികാഫ് ഇരിക്കലല്ല, പാവപ്പെട്ടവനെ സഹായിക്കലാണ്, പൊതുപ്രവർത്തനം ചെയ്യലാണ്, സാമൂഹിക സേവനം ചെയ്യലാണ് അല്ലാഹുവിന് ഇഷ്ടമെന്നാണ് ഹബീബി ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ചില ആളുകളുണ്ട്, പള്ളിയിൽ 1-ാം സഫിലാണ്, അതും ഇമാമിന്റെ നേരെ പിന്നിലാണ്. നാട്ടുകാർക്കൊരു സഹായം ചെയ്യൂല. സഹായം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇയാളുടെ നാവ് കൊണ്ട്, ഇയാളുടെ സമ്പത്ത് കൊണ്ട് ഇയാളുടെ അയൽവാസികൾ പൊറുതിമുട്ടുകയാണ്. സഹോദരങ്ങളെ, ആ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹു പറയുന്നുണ്ട്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ, ആരോടും പകയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാത്ത, ആരോടും വൈരാഗ്യമില്ലാത്ത, ആരോടും പിണക്കമില്ലാത്ത, ആരോടും ചൊടിയില്ലാത്ത നല്ല മനസ്സുമായി ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് അവന് മാത്രമേ നാളെ സ്വർഗമുള്ളൂ. ഒരു ലോകം വരാനുണ്ട്, നമ്മുടെ സമ്പാദ്യങ്ങളോ, നമ്മുടെ സന്താനങ്ങളോ, നമ്മുടെ സ്ഥാനമാനങ്ങളോ ഉപകരിക്കാത്തൊരു കാലം വരാനുണ്ട്. ഇവിടെ പള്ളിയുടെ സെക്രട്ടറിയാണ് എന്നത് നാളെ ആഖിറത്തിൽ ഉപകരിക്കൂല. ഇവിടെ സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പാളായത് ആഖിറത്തിൽ ഉപകരിക്കൂല. ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉന്നതമായ തട്ടുകളിൽ നിന്നത് നാളെ ആഖിറത്തിൽ ഉപകരിക്കൂല. അവിടെ ഉപകരിക്കുന്നത് ഇവിടുത്തെ സ്വഭാവമാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത് സാമൂഹിക സേവനം ചെയ്യാനും ജനങ്ങൾക്ക് സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും വേണ്ടിയിട്ടാണ്. സ്ഥാനമാനങ്ങളും സമ്പാദ്യങ്ങളും സന്താനങ്ങളും ഉപകരിക്കാത്ത ഒരു കാലം വരാനുണ്ട്.
അവിടെ രക്ഷപ്പെടുന്നത് സ്വൽസ്വഭാവികൾ മാത്രമാണ്. പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത മനസ്സുമായി ആരാണോ ജീവിക്കുന്നത് അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഊണും ഉറക്കുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ എനിക്കറിയാം. 1ാം ക്ലാസ് മുതൽ ഇന്ന് 16 വർഷമായത് തുടങ്ങിയിട്ട് അതിന്റെ ആദ്യത്തെ ബാച്ചുകാരനാണ് ഞാൻ. രാവിലെ എണീറ്റാൽ ഹാർബറിൽ പോയി മീൻ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ക്യാൻറ്റീനിൽ കൊടുക്കുന്ന ഉത്തരവാദപ്പെട്ട കമ്മിറ്റിക്കാർ എനിക്കറിയാം. ഇതിനെ നെഞ്ചോട് ചേർക്കുന്ന ഉത്തരവാദപ്പെട്ട മാനേജർമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സ്ഥാപനത്തെ സ്നേഹിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളുണ്ട്. ഊണിലും ഉറക്കിലും ഇതിന്റെ വിജയത്തിന് വേണ്ടി, ഇതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച എത്രയോ കമ്മിറ്റി ഭാരവാഹികൾ പലരും ഇന്ന് ഖബറിന്റെ കച്ചിലാണ്. അല്ലാഹു അവരുടെ ഖബറിടം സ്വർഗീയമാക്കട്ടെ. അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കട്ടെ. അല്ലാഹു അവരുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കൊടുത്ത് സ്വർഗത്തിന്റെ കവാടം തുറന്നുകൊടുത്ത് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ ലോകത്ത് പാറിക്കളിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾക്കറിയുമോ ഇതിന്റെ മഹത്വം? 400 ചില്ലാനും വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുമ്പോ എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു സുഹൃത്താണ് അസ്ഹർ അലി ഹുദവി എന്ന് പറയുന്ന നായന്മാർ മൂലക്കാരൻ. ലണ്ടനിൽ വെച്ചിട്ട് PGയുടെ ബിരുദം വാങ്ങിയിട്ട് മാസങ്ങളായിട്ടില്ല. അതേപോലെ തന്നെ എന്റെ 2 വർഷം താഴെ പഠിച്ച എന്റെ അനുജനും ഹുദവിയാണ്. അനുജന്റെ ബാച്ചിൽ പഠിച്ച മുസ്തഫ എന്ന് പറയുന്ന ഹുദവിയാണ് തുർക്കിയിൽ നിന്ന് PhDക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വലിയ വലിയ ജോലികളിൽ 50,000-ഉം 60,000-ഉം സാലറി ലഭിക്കുമ്പോ എനിക്ക് സാലറി അല്ല വലുത് എന്ന് പറഞ്ഞിട്ട് കൊൽക്കത്തയുടെ ഗ്രാമപ്രദേശങ്ങളിൽ, കൊൽക്കത്തയുടെ സ്ലം ഏരിയകളിൽ, ചേരി പ്രദേശങ്ങളിൽ തന്റെ ജോലിയും തന്റെ സമ്പാദ്യങ്ങളും ഒഴിവാക്കിയിട്ട് അവിടുത്തെ പാവപ്പെട്ടവരായ വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത ഒരു നാട്ടുകാരെ മുഴുവനും സംസ്കാരത്തിന്റെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി ഊണും ഉറക്കുമൊഴിച്ച് പ്രവർത്തിക്കുന്ന എന്റെ കൂടെ പഠിച്ച അഹ്മദ് അലി ഹുദവി എന്ന് പറയുന്ന എന്റെ സുഹൃത്തുണ്ട്. ലോകത്തിന്റെ മുക്കുമൂലകളിൽ എന്തിനേറെ പറയണം, നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനമാണ് MIC. ഹജ്ജിന് പോയപ്പോ മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ കൂടെ KMCCയുടെ വളണ്ടിയറായി തന്റെ ജോലിയെല്ലാം ഒഴിവാക്കി, തന്റെ ജോലി 3-4 ദിവസത്തേക്ക് തന്റെ ജോലി മാറ്റിവെച്ചിട്ട് അവിടെയുള്ള ഹജ്ജാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ബദറുദ്ദീൻ ഹുദവി എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്, അല്ലാഹു എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവിടെ നിന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഓരോ മേഖലകളിൽ, ഓരോ നാടുകളിൽ, ഓരോ ഏരിയകളിൽ ദീന്റെ ദഅവത്തുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രഭാഷകരാവുക എന്നത് എന്നാ പിന്നെ ആരെ പ്രഭാഷണം കേൾക്കുക? എല്ലാവരും പ്രസംഗിക്കാൻ എന്ന പ്രഭാഷണം ആരെ കേൾക്കുക? ഓരോ ആളുകൾ ഓരോ മേഖലകളിലാണ്. ചില ആളുകൾ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളായിരിക്കും, സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളുണ്ട്, ദഅവത്ത് നടത്തുന്ന ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ ദാറുൽ ഹുദയുടെ CSC പാണക്കാട് CSC സെന്റർ നടത്തുന്ന, ഹാദിയ നടത്തുന്ന മദ്രസകൾ ആസാമിലും അതേപോലെ മറ്റുള്ള സ്ഥാപനങ്ങൾ, ദാറുൽ ഹുദയുടെ ബ്രാഞ്ചുകളൊക്കെ അവിടെയുണ്ട്. നിങ്ങൾ ഒരുപാട് ടൂർ പോകുന്ന ആളുകളാണ്. ഇടയ്ക്കിടെ ഒരു ടൂറിന് നിങ്ങൾ അവിടേക്ക് പോകണം. അപ്പൊ നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് 10,000-ന്റെ സാരിയൊന്നും വേണ്ട, പൊന്നാര ഭർത്താവ് എനിക്ക് 2,000 കുപ്പയൊക്കെ മതി അങ്ങനെ പറയുന്നു. മനസ്സിലായില്ലേ? നമ്മുടെ 3,000-ന്റെ 4,000-നും ചെരുപ്പൊന്നും ധരിക്കൂല, തൽക്കാലം എനിക്ക് ഹവായൊക്കെ മതി, AC ഒന്നും വേണ്ട, പടച്ചോനെ ചൂടും, കരണ്ടില്ല, ഫാനില്ല, ശക്തമായി ചുട്ടുപൊള്ളുന്ന ഭൂമിയിൽ ഹ്യൂമിഡിറ്റി നിറഞ്ഞ് വിയർത്തൊലിക്കുന്ന ആ ഒരു സ്ഥലത്ത് വെറും 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ടൊക്കെ സാമൂഹിക സേവനം ചെയ്ത് ജനങ്ങളെ വിപ്ലവത്തിന്റെ നായകന്മാരാക്കി മാറ്റാൻ വേണ്ടി, അവിടെയുള്ള ജനങ്ങൾക്ക് സംസ്കാരം നൽകാനും ലോകത്തിന്റെ ഉത്തുംഗതയിലേക്ക് കേരളക്കാരെ പോലെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി തന്റെ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും ചെലവഴിക്കുന്ന ഒരുപാട് ഹുദവി സുഹൃത്തുക്കളുണ്ട്. കഴിയുമെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ടൂർ ഒന്ന് ആസാമിലേക്ക്, ഒന്ന് ബംഗാളിലേക്ക്, ഒന്ന് കൽക്കത്തയിലേക്ക് ഒന്ന് പോകണം. അവിടെ യാഥാർത്ഥ്യം കണ്ണുകൊണ്ട് നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ ഹനീഫ ഇമാം, അദ്ദേഹം വലിയ സൂഫിവര്യനാണ്, നമ്മൾക്കറിയാം. ഒരു ദിവസം തന്നെ 300ഓളം റക്അത്ത് നിസ്കരിക്കുന്ന മഹാനാണ് അബൂ ഹനീഫ ഇമാം. നമുക്കൊക്കെ അറിയുന്നതാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. എല്ലാവരും ഓതി നോക്കട്ടെ, ഉറക്കോതണേ, കണ്ണു ചുമ്മി, എല്ലാവരും കണ്ണു ചിമ്മിയോ? ഇപ്പൊ എന്നെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് കൈപ്പൊക്കി. എന്നെ ആരൊക്കെ കാണുന്നുണ്ട്? നിങ്ങൾ കണ്ണ് ചിമ്മിയിട്ടില്ല എന്നർത്ഥം. കണ്ണ് ചുമ്മി, എല്ലാവരും ഒന്ന് കണ്ണ് ചുമ്മി ഞാൻ ഓതുന്ന ഈ ആയത്ത് തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് അത് കേൾക്കുക ഞാൻ ഓതുമ്പോ. എന്നിട്ട് എന്റെ കൂടെ ഞാൻ ഊതി തന്ന ഉടനെ ഒന്ന് ചോദ ഉറക്കോതണേ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൗണ്ട് പോരാ, ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളെക്കാൾ സൗണ്ട് ഇടുന്നുണ്ടല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരെങ്കിലും മരിച്ചു പോണോ? ആരെങ്കിലും ബോധം കെട്ടിട്ടോ മരിച്ചു പോണോ നോക്കിയ? അപ്പുറത്തുള്ള ആളൊക്കെ നോക്കിയ ഉണ്ടാ? ആരും വന്നിട്ടില്ല. ഈ ആയത്ത് കേട്ട് എത്രയോ സലഫ് സാലിഹീങ്ങളായ മഹാന്മാർ ബോധം കെട്ട് കൊണ്ടിട്ടുണ്ട്. മരിച്ചുപോയ ആളുകളുണ്ട്. നിസ്കാരത്തിൽ ഓതി ബോധം കെട്ടുപോണു. പിന്നെ രാത്രി അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷമാണ് ബോധം തെളിഞ്ഞത്. നമ്മൾ ഇത്ര കൂളായിട്ട് ഓതി ഞാനും വീണിട്ടില്ല, കേട്ട് നിങ്ങളും വീണിട്ടില്ല. മഹാനായ അബൂ ഹനീഫ ഇമാം പള്ളിയിൽ ഇമാം ഓതുമ്പോഴാണ് ഈ ആയത്ത് കേട്ടിട്ട് സുബഹി വരെ കരഞ്ഞത്. ഉറക്കില്ല, സുബഹി വരെ കരഞ്ഞത് ഈ ആയത്ത് കേട്ടിട്ടാണ്. മഹാനായ അബൂ ഹനീഫ ഇമാം. ആ അബൂ ഹനീഫ ഇമാം വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു അയൽവാസി ഉണ്ടായിരുന്നു, കള്ള് കുടിയനായ ഒരു അയൽവാസി. 24 മണിക്കൂറും കൂട്ടി തന്നെ. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ ജ്യേഷ്ഠൻ വലിയ കുടിയനാണ്. എന്റെ ജ്യേഷ്ഠൻ കുടിയനാണെന്ന് മാത്രമല്ല പരസ്യമായിട്ട് കുടിക്കും. ആരെങ്കിലും ഒന്ന് ഉപദേശിക്കാൻ പോയാൽ നീ ആരടാ, എന്റെ ഖബറിലേക്ക് നീ വരുന്നു എന്നൊക്കെ ചോദിക്കും. സുബ്ഹാനല്ലാഹ്, എന്തെങ്ങനെ കാലാവസ്ഥ അല്ലെ? എന്റെ ഖബറിലേക്ക് നീ വരുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് ഉപദേശിക്കുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലാഹു നല്ല സ്വാലിഹായ സഹോദരനാക്കി അല്ലാഹു മാറ്റട്ടെ. ആ ഒരു തിന്മയിൽ നിന്ന് ആത്മാർത്ഥമായി അമീബ വേദനയോടെ എന്നോട് പറഞ്ഞത്, എനിക്ക് അവനൊന്നും സമ്പാദിച്ചിട്ട് എനിക്ക് തരണ്ട, അവന്റെ ഭാര്യയും മക്കളെങ്കിലും നോക്കാൻ വേണ്ടി ആ ഒരു തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ? കാറിനടുത്ത് വന്ന് അരമണിക്കൂർ കൈയും പിടിച്ച് കൈവിടുന്നില്ല. ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഞാൻ ആലോചിച്ചിട്ട് പരിഹാരമുണ്ടോ ഞാൻ നോക്കാം, ഇൻഷാ അല്ലാഹ് സദസ്സിലൊക്കെ ദുആ ചെയ്യാം. അല്ലാഹുവേ നീയാണ് റബ്ബ്, അല്ലാഹുവേ നീ കാണുന്നുണ്ട്, അല്ലാഹുവേ നീ അറിയുന്നുണ്ട്, ആളെ നിനക്കറിയാം റബ്ബേ. അല്ലാഹുവേ ആ ഒരു ചിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ആ കുടുംബത്തെ, അതുപോലെ കള്ളുകുടിയുടെ കഞ്ചാവിൻ മയക്കുമരുന്നിന്റെ അഡിക്റ്റായ എല്ലാ ആളുകൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. നമ്മുടെ ചെറുപ്പക്കാരെ മയക്കുമരുന്നിന്റെ അഡിക്റ്റാക്കല്ല റബ്ബേ. അല്ലാഹുവേ നമ്മുടെ ചെറുപ്പക്കാരെ സംസ്കാരമുള്ള, ദീനിനും നാടിനും ഉപകാരമുള്ള ഉമ്മമാർക്ക്, മാതാപിതാക്കൾക്ക് കൺകുളിർമയുള്ള മക്കളാക്കണേ റബ്ബേ.